പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ദീന് മനസ്സിലാക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ കൊണ്ട്, പരിശുദ്ധ ഹദീസ് കൊണ്ട് നമുക്ക് ദീനിൻ്റെ ഹുക്മുകളെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു തരും. ഞാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ മാത്രമേ നിസ്കരിക്കൂ, ഞാൻ പരിശുദ്ധ ഹദീസ് പറയുന്നത് പോലെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇമാമിയങ്ങളെ അവലംബിക്കലല്ലാതെ ദീനിൻ്റെ ഹുക്മുകളെ പിന്തുടരാൻ, ദീനിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുടരാൻ മറ്റൊരു മാർഗമേ നമ്മുടെ മുമ്പിലില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിസ്കാരത്തിലേക്ക് നിങ്ങൾ നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ കഴുകണം. അഥവാ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്, നമ്മളോട് കൽപ്പിച്ച കാര്യമാണ് വുളൂ ചെയ്യണമെന്നത്. വുളൂവിൻ്റെ രൂപങ്ങളും പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു തന്നു. മുഖം കഴുകണം, കൈകൾ മുട്ടുവരെ കഴുകണം, മുട്ടടക്കം കൈകൾ കഴുകണം, തല തടവണം, കാല് കഴുകണം. അതിനു മുമ്പേ നിയ്യത്ത് വേണം, അതുപോലെ തന്നെ അത് തർത്തീബായി ചെയ്യുകയും വേണം. ഇതാണ് വുളൂയിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു കാര്യം, വുളൂവിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മൾ പറയുന്നത്, ഹദീസിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ഒരു ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആയത്തിൽ പറഞ്ഞു, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ നിങ്ങൾ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണമെന്നാണ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ദീന് മനസ്സിലാക്കാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ കൊണ്ട്, പരിശുദ്ധ ഹദീസ് കൊണ്ട് നമുക്ക് ദീനിൻ്റെ ഹുക്മുകളെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു തരും. കാരണം ഈ ആയത്തിൻ്റെ അർത്ഥം എന്താണ്? മുഅ്മിനീങ്ങളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഫഗ്സിലു വുജൂഹക്കും, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകണം. നിസ്കാരത്തിലേക്ക് നിന്നാലാണോ നമ്മൾ മുഖം കഴുകാറുള്ളത്? അല്ല, നിസ്കാരം ഉദ്ദേശിച്ച് വരുമ്പോൾ ചെയ്യണമെന്നാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ്റെ ഭാഷാർത്ഥം അങ്ങനെയല്ല. ഭാഷാർത്ഥം പറയുന്നത് നിസ്കാരത്തിലേക്ക് നിന്നാലെന്നാണ്. അപ്പോൾ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ പോയി വുളൂ ചെയ്യണം എന്നാണ് ഭാഷാർത്ഥം തോന്നിപ്പിക്കുക. പക്ഷെ അങ്ങനെയല്ലെന്ന് പഠിപ്പിച്ചു തരുന്ന മഹാന്മാരായ ഇമാമിങ്ങളാണ്. അവർക്കേ അത് പഠിപ്പിച്ചു തരാൻ കഴിയും, അവർക്കേ അത് പറഞ്ഞു തരാൻ കഴിയും. ഭാഷാർത്ഥം നോക്കി പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ അർത്ഥം കിട്ടുകയില്ല. നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ മുഖം കഴുകൂ എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ ഉദ്ദേശിച്ചാൽ എന്നാണ് മഹാന്മാർ അതിന് വ്യാഖ്യാനം പറഞ്ഞു തരിക. നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് അമൽ ചെയ്യുകയാണെങ്കിൽ ഓരോ നിസ്കാരത്തിനും ഓരോ വുളൂ ചെയ്യണ്ടേ? കാരണം എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? നിങ്ങൾ നിസ്കാരത്തിനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുഖം കഴുകണം, അഥവാ കൈ കഴുകണം, കാല് കഴുകണം, തല തടവണം, കാല് കഴുകണം, വുളൂ ചെയ്യണം. വുളൂ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾ നിസ്കാരത്തെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ചെയ്യണ്ടേ? വുളൂ ഉണ്ടായാൽ ചെയ്യണ്ട എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിച്ചു തരുന്നില്ല. നമ്മൾ ഒരു വുളൂ ഉണ്ടെങ്കിൽ പിന്നീട് നിസ്കരിക്കുമ്പോൾ അടുത്ത നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യണ്ട, ഇതാണ് നിയമം. പക്ഷേ ഒരൊറ്റ ആയത്ത് പോലും പരിശോധിച്ചാൽ എന്ത് മനസ്സിലാവില്ല? നിങ്ങൾക്ക് വുളൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വുളൂ ചെയ്യണ്ട എന്ന് ആയത്തിൽ നിന്ന് മനസ്സിലാവുകയില്ല. മറിച്ചാണ് മനസ്സിലാവുക. എങ്ങനെ? ഏതൊരു നിസ്കാരത്തിന് നിൽക്കുമ്പോഴും നിങ്ങൾ വുളൂ ചെയ്തിരിക്കണം. എന്നാൽ ഒരൊറ്റ ഇമാമിങ്ങളും പറയുന്നില്ല എല്ലാ ഓരോ നിസ്കാരത്തിനും വുളൂ ചെയ്യൽ നിർബന്ധമാണെന്ന് ഒരു ഇമാമ് പോലും പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനാണെങ്കിൽ പറയുന്നത് അങ്ങനെയാണ്. എങ്ങനെ? നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ, നിസ്കാരത്തിന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ മുഖം കഴുകണം, കൈ കഴുകണം, നിങ്ങൾ തല തടവണം, കാല് കഴുകണം. ആയതുകൊണ്ട് ഇത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സന്ദർഭോചിതമായ ഒരു ആയത്ത് വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഒരു കാരണവശാലും പരിശുദ്ധ ഖുർആൻ കൊണ്ട് ദീനിൻ്റെ ഹുക്മുകളെ മനസ്സിലാക്കാൻ നമ്മൾക്കെന്നല്ല, നമ്മളെക്കാൾ എത്രയോ വലിയ പണ്ഡിതന്മാർക്ക് പോലും സാധ്യമല്ല. നമ്മൾ 100% ദീനിൻ്റെ ഇമാമിങ്ങൾ എന്ത് പറഞ്ഞോ അത് കേൾക്കാനും അനുസരിക്കാനും നിർബന്ധിതരാണ്. അല്ലാതെ അള്ളാഹുവിൻ്റെ ദീന് ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് നമ്മൾ സുബ്ഹ് നിസ്കരിച്ചല്ലോ. ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സുബ്ഹ് നിസ്കരിച്ചത്?
ഏത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സുബഹിസ്കരിച്ചത്? ഞാൻ ഖുർആനും ഹദീസും അനുസരിച്ചാണ് അമൽ ചെയ്യുക എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് 2 റക്അത്ത് ജീവിതാവസാനം വരെ നിസ്കരിക്കാൻ കഴിയില്ല. 60 വർഷമല്ല 100 വർഷം തപസ്സിരുന്നാലും ശരി, ഞാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ മാത്രമേ നിസ്കരിക്കൂ, ഞാൻ പരിശുദ്ധ ഹദീസ് പറയുന്നത് പോലെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇമാമിയങ്ങളെ അവലംബിക്കലല്ലാതെ ദീനിൻ്റെ ഹുക്കുമുകളെ പിന്തുടരാൻ, ദീനിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുടരാൻ മറ്റൊരു മാർഗ്ഗമേ നമ്മുടെ മുമ്പിലില്ല. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. നിങ്ങൾ ഏതൊരായത്ത് പരിശോധിച്ചോളൂ, പരിശുദ്ധ ഖുർആനിലെ ഏതായത്ത് പരിശോധിച്ചോളൂ. വുളു ഉള്ളപ്പോൾ വുളു എടുക്കേണ്ട എന്ന് ഒരായത്തിനും പറയുന്നില്ല. എന്നാൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ നിങ്ങൾ ഓരോ നിസ്കാരത്തിനും നിസ്കരിക്കുമ്പോൾ ഫഗ്സിലു എന്ന് പറഞ്ഞാൽ കൽപ്പനയുടെ വാക്കാണ്. ഗ്രാമാറ്റിക്കലി പറഞ്ഞാൽ അംറ് ഫിഅലാണ്. അംറ് എന്ന് പറഞ്ഞാൽ കൽപ്പന, നിർബന്ധത്തിൻ്റെ കൽപ്പനയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടികളോട് പറയുന്നതാണ്. മുകളിലുള്ള ആൾ താഴെയുള്ളോട് പറഞ്ഞാൽ അത് കൽപ്പന എന്നാണ് പറയുക, അംറ് എന്നാണ് പറയുക. അത് കമ്പൾസറി പ്രവർത്തിക്കേണ്ട, നിർബന്ധമായി ചെയ്യേണ്ട കാര്യമെന്നാണ് ഗ്രാമർ പഠിപ്പിച്ചു തരിക, ഭാഷ പഠിപ്പിച്ചു തരിക. അതായത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടികളോട് പറഞ്ഞാൽ നിർബന്ധമായി നിങ്ങൾ കഴുകിക്കൊള്ളണം, നിർബന്ധമായി നിങ്ങൾ വുളു ചെയ്തു കൊള്ളണം ഓരോ നിസ്കാരത്തിന് നിൽക്കുമ്പോഴും. അതേ വുളു ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്ന് ഏത് ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും? എന്നാൽ അങ്ങനെ വേണ്ട എന്ന് കൃത്യമായി നമ്മളെ എല്ലാ ഇമാമിങ്ങളും, ഷാഫി മദ്ഹബ് മാത്രമല്ല എല്ലാ ഇമാമിങ്ങളും നിർബന്ധമാണെന്ന് ഒരൊറ്റ മദ്ഹബും പറയുന്നില്ല. ഓരോ നിസ്കാരത്തിനും ഓരോ വുളു ചെയ്യൽ, സെപ്പറേറ്റ് വുളു ചെയ്യണം എന്ന് ഒരു ഇമാമും പറയുന്നില്ല. എങ്ങനെ ഈ ആയത്തിലില്ലാത്ത കാര്യം ഇവർക്ക് പിടികിട്ടി? എങ്ങനെ ഈ ആയത്തിലില്ലാത്ത കാര്യം അവർ മനസ്സിലായി? ഈ ആയത്തിലുള്ളത് തന്നെയാണ്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ലെന്ന്, നമുക്കതിനുള്ള കഴിവില്ല. ഈ ഒരായത്ത് കൊണ്ടല്ല പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്. ഈ ഹദീസുകളെല്ലാം ഒരുമിച്ചുകൂട്ടി ഒരൊറ്റ ആയത്തിന് വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനും ഈ ഹദീസുകളും ഇതിൻ്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഈ ഇമാമിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ ഇത്രയും ത്യാഗം ചെയ്യേണ്ടി വന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് ശ്രേഷ്ഠതയെക്കുറിച്ച് പറയാം, പക്ഷേ ഇന്നത്തെ വിഷയം ഇതാവട്ടെ. ഈ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ചരിത്രത്തിൽ എത്രയോ പണ്ഡിതന്മാർ വന്നു, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഇമാമിങ്ങൾ വന്നിട്ടില്ലേ? എന്നിട്ട് സ്വഹാബികളുടെ കാലം കഴിഞ്ഞു, താബിഈകൾ വന്നു, താബിഈകളുടെ കാലം അതിനോടനുബന്ധ കാലമായിട്ട് ഇമാമിങ്ങൾ വന്നു കഴിഞ്ഞു. ലോകത്ത് ഞങ്ങൾ ഗവേഷണത്തിന് യോഗ്യരാണ്. ഗവേഷണം എന്ന് പറഞ്ഞാൽ തീസിസ് സമർപ്പിക്കുന്ന പോലെ, ഡോക്ടറേറ്റ് സമർപ്പിക്കുന്ന പോലത്തെ സംഗതിയല്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിഷയത്തിന് തെറ്റിദ്ധാരണ മനസ്സിലാക്കിയത്. നമ്മൾ ഇന്ന് അവിടെ ഒരു ഇമാം എന്ന് എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ പള്ളിയിലെ ഇമാം എന്ന് പറഞ്ഞാൽ, ഇമാം ഷാഫി എന്ന് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ എല്ലാം ഇമാമാണ് നമ്മുടെ ഭാഷയിൽ. എല്ലാം അജഗജാന്തരമുണ്ട്, കുഴിയാനയും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ പറയുന്ന ഇമാമല്ല ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തിന് സമ്മാനിച്ച സമ്മാനങ്ങളാണ്. അവരുണ്ടായിരുന്നില്ല എങ്കിൽ ലോകത്ത് 4 മദ്ഹബല്ല 4 ലക്ഷം മദ്ഹബല്ല 4 കോടി മദ്ഹബിൻ്റെ അപ്പുറത്തേക്ക് പോകുമായിരുന്നു. ഓരോരുത്തരും ഓരോ സ്വന്തം വീക്ഷണങ്ങളാകുമായിരുന്നു. അത് മാറ്റി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്തു തന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് ഈ ദീനിനെ ഇത്ര കെട്ടുറപ്പാക്കാൻ. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ, ലോകത്ത് ലക്ഷക്കണക്കിന് കഴിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ വന്നു. ഇപ്പം നോക്കിയേ, നമ്മൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ കിതാബ് ഉണ്ടാക്കിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 45 വർഷമേ ജീവിച്ചിട്ടുള്ളെങ്കിലും മഹാനവറുടെ ഗ്രന്ഥങ്ങൾ ലോകത്ത് പ്രകാശിച്ച് നിൽക്കുകയാണ്. ഷാഫി മദ്ഹബിൽ ഒരു കാര്യം പറയണമെങ്കിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളാണ്. എന്നാൽ ഈ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ സദസ്സിൽ ചെന്നിരിക്കുകയാണെങ്കിൽ ആ മൂലയിൽ ചെന്നിരുന്നിട്ടുണ്ടാവും. അത്രക്കും വലുപ്പമാണ് ഇമാം ഷാഫി റളിയല്ലാഹു. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെയല്ല, നമ്മൾ മനസ്സിലാക്കുന്നിടത്തല്ല ഈ ഇമാമികളുടെ സ്ഥാനം കിടക്കുന്നത്. അത്രക്കും ഉന്നതമായ സ്ഥാനമാണ്. അല്ലെങ്കിൽ ലോകത്ത് ഇത്രയൊക്കെ പണ്ഡിതന്മാർ വന്നിട്ട് ഞങ്ങളും ഗവേഷണം ചെയ്യും, ഞങ്ങൾക്കും ഖുർആൻ അനുസരിച്ച് ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ട്, ഞങ്ങൾക്കും ഹദീസ് അനുസരിച്ച് ഗവേഷണം ചെയ്യാൻ കഴിവുണ്ടെന്ന് എത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്? എത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്? വിരലിൽ എണ്ണാവുന്ന മദ്ഹബുകളെ ലോകത്ത് രൂപപ്പെട്ടിട്ട് തന്നെയുള്ളൂ. വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഈ അവകാശവാദം തന്നെ ഉന്നയിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വന്നിട്ട് അവർ ഈ അവകാശവാദം പോലും ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ പറയുന്ന സംഗതി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നേ വെക്കാൻ നിർവാഹമുള്ളൂ. കാരണം നമ്മൾക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഒരുപാട് ഇമാമികൾ ലോകത്ത് വന്നിട്ട് അവരാരും ഈ അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് മുതിർന്നിട്ടില്ല. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഷാഫി മദ്ഹബിൽ തന്നെ ഒരു വന്ന ഇമാം ഒരു മുജ്തഹിദിന് പറ്റുമെന്ന് പറഞ്ഞ് താങ്കൾ
ഇമാം ഇജ്തിഹാദിന് യോഗ്യനാണ് എന്ന് ഒരിക്കൽ അവകാശപ്പെട്ടു. കുറച്ച് കഴിഞ്ഞ് ഗവേഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളും തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ മഹാനാരോട് പറഞ്ഞു, എന്നെക്കൊണ്ട് സാധ്യമല്ല, ഇത് മറ്റൊരു കാര്യമാണ്, ഇത് വേറൊരു വിഷയമാണ്, ഇത് സാധ്യമായ കാര്യമല്ല. ഇത് നമ്മളല്ല പറയുന്നത്, നമ്മളെ എന്ത് ദീന, നമ്മൾ ഒഴിവുള്ളപ്പോൾ നമ്മൾ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കുന്ന ദീനല്ലേ നമ്മുടെ ദീന്? ഈ ദീന് ഗവേഷണങ്ങൾക്കുള്ളതാണോ? ഈ ദീനാണോ ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്? അല്ല. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ സാത്വികരായ പണ്ഡിതന്മാരായ ത്യാഗികളായ അള്ളാഹുവിൻ്റെ ഖുർആൻ എന്തെന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീത്ത് എന്തെന്ന് ആ തിരുവായയിലൂടെ വരികയും അവിടെ നിന്ന് നേരിട്ട് കൈകാര്യം ചെയ്യുകയും അത് കൈമാറപ്പെടുകയും ചെയ്ത ആ മഹാന്മാർ എങ്ങനെയാണോ ഇതിനെ കൈകാര്യം ചെയ്തത്, ആ പരമ്പരയ്ക്ക് നിലനിൽപ്പുള്ളൂ, അതിനെ അംഗീകാരമുള്ളൂ, അതേ അള്ളാഹുവിൻ്റെ ദീനാകുന്നുള്ളൂ. അല്ലാത്തതൊക്കെ വഴിമാറിപ്പോകുന്ന സംഗതികളാണ്, അല്ലാത്തതൊന്നും സ്വീകാര്യയോഗ്യമായതല്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വഴി പിഴക്കും 100% ഉറപ്പ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ദീന് വന്നതിനൊരു വഴിയുണ്ട്. അള്ളാഹു തആല നമുക്ക് ആർക്കും വഹി തന്നിട്ടില്ലല്ലോ. നമ്മളെ നന്നാക്കണമെങ്കിൽ പഠിച്ചവനക്ക് നമുക്ക് വഹി തന്നാലും പോരെ. പക്ഷെ പഠിച്ചവനത് ചെയ്തിട്ടില്ല. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുകയും സ്വഹാബത്തിലൂടെ താബിഈകൾക്ക് കൊടുക്കുകയും അവിടെ നിന്ന് ഇമാമിങ്ങൾക്ക് കൊടുക്കുകയും അവിടെ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാരിലൂടെ ഇത് കൊണ്ടുവരികയും അതുകൊണ്ട് തന്നെയല്ലേ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരാണ് അമ്പിയാക്കളുടെ അനന്തരഗാമികളെന്ന്. പണ്ഡിതന്മാർക്കാണ് യോഗ്യതയുള്ളത്, പണ്ഡിതന്മാരാണ് ആ പ്രവർത്തനം നടത്തേണ്ടത്. ആ പണ്ഡിതന്മാർ അനന്തരമെടുക്കുന്ന ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ദീനും ഇൽമുമാണ്. ഈ വന്നൊരു വഴിയുണ്ട്, ഈ വന്നൊരു സച്ചരിതമായ മാർഗമുണ്ട്. ഇത് നമ്മൾ പരിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് ഭാഷ അറിയുമെന്നോ പരിഭാഷ അറിയുമെന്നോ, അതല്ലെങ്കിൽ ഇന്ന് നെറ്റിൽ നോക്കിയാൽ ഒരുപാട് ഇൽമുകളുണ്ട്, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്, ഒരുപാട് കിതാബുകൾ. ഒരു കിതാബ് വേണമെങ്കിൽ തന്നെ ഒരു സെക്കൻഡുകൾ ഉണ്ടായാൽ കിട്ടും. അപ്പോൾ തോന്നുക ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ നമുക്ക് ചെയ്താൽ നമുക്കും ഒരുപാട് അറിവ് കിട്ടാനുള്ള സോഴ്സുകളുണ്ടല്ലോ. ഇതല്ല, സോഴ്സ് ഇല്ലാത്തതായിരുന്നില്ല ഇമാമികളുടെ പ്രശ്നം. സോഴ്സ് എല്ലാ ഇമാമികൾക്കും ഉണ്ടായിരുന്നു, ശേഷം വന്ന പണ്ഡിതന്മാർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഈ പണിക്ക് മുതിർന്നിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു നൂറാണ്, പ്രത്യേകമായൊരു അള്ളാഹു തആല കൊടുക്കുന്ന തൗഫീഖാണ് ദീനുൽ ഇസ്ലാം. ഇത് മുമ്പ് നമ്മൾക്ക് പൂർവികർ എങ്ങനെയാണോ കൈകാര്യം ചെയ്തു തന്നത്, എങ്ങനെയാണോ കൈമാറ്റം ചെയ്യപ്പെട്ടത്, അത് മാത്രമേ ദീനുൽ ഇസ്ലാം ഉള്ളൂ. അതിൽ നിന്ന് വ്യതിചലിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കാൻ നോക്കിയാലും വഴിപിഴക്കുന്ന മാർഗങ്ങളായിരിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. جليل علا قصصا هنا